ഡോക്ടർ, കുട്ടികളിൽ വായ തുറന്നുറങ്ങുക, നഖം കടിക്കുക, വിരല് വായിലിടുക, ഇതെല്ലാം നമ്മളുടെ പല്ലുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ മിക്ക കുട്ടികളിലും ചെറുപ്പത്തിലേ കാണുന്ന ദുശീലങ്ങളാണ്. അതായത് ഈ നാക്ക് മുന്നോട്ട് തള്ളുക, വിരൽ കുടിക്കുക, അതുപോലെ വായ തുറന്നുറങ്ങുക, നഖം കടിക്കുക തുടങ്ങിയ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു 3 വയസ്സിൽ താഴെ ഇപ്പോൾ വിരൽ കുടിക്കുക എന്ന് പറയുന്നത് അത് ആ കുഞ്ഞിൻ്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന് ഉള്ള നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷവും ഇങ്ങനെയുള്ള ദുശീലങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വായ തുറന്നുറങ്ങുകയാണെങ്കിൽ സ്ഥിരമായിട്ട്, അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിനെ കണ്ട് ആ ദുശീലങ്ങൾ മാറ്റാനുള്ള ചികിത്സ തേടേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഹാബിറ്റ്സ് കുഞ്ഞിൻ്റെ താടിയലിൻ്റെ വളർച്ചയെ നേരിട്ട് ബാധിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ വളരെ ഉന്തിയ പല്ലുകൾ ഉണ്ടാവുകയും നിരതെറ്റിയ പല്ലുകൾ ഉണ്ടാവാനൊക്കെ സാധ്യത കൂട്ടുന്നതാണ്. അപ്പം നമ്മൾ ഒരു ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസിൻ്റെ സഹായത്തോടു കൂടി വെറും ഒരു 6 മുതൽ 8 മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ദുശീലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ സാധിക്കുന്നു. ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് എന്ന് പറയുമ്പോൾ ഓരോ ദുശീലങ്ങൾക്കും ഓരോ അപ്ലയൻസുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓറൽ സ്ക്രീൻ എന്നും, അതുപോലെ നാക്കിനെ പിടിച്ചു നിർത്താൻ ടങ് ഗ്രിബ് എന്ന് പറയുന്നത്, അങ്ങനെ പല അപ്ലയൻസുകളുണ്ട്. ഈ അപ്ലയൻസ് നമ്മൾ ഉപയോഗിക്കുക വഴി കുഞ്ഞിന് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള വലിയ ഓർത്തോ ട്രീറ്റ്മെന്റ്സിനെ നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാൻ തന്നെ പലപ്പോഴും സാധിക്കുന്നു.